അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് ആ വാർത്ത കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. സത്യം പറഞ്ഞാൽ ഈ കാര്യം നിങ്ങളോട് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ വലിയൊരു സങ്കടമുണ്ട്. സ്വന്തം ഒരു പിതാവിൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഒരു മകൾക്ക് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ അത് ഓർക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ചിന്തിച്ചു നോക്കൂ, 18 കൊല്ലം ഒരു പിതാവിൻ്റെ തണലിൽ വളർന്ന മോളാണ്. പക്ഷേ ലഹരിയും പകയും തലയ്ക്ക് പിടിച്ചപ്പോൾ സ്വന്തം ചോരയെ തിരിച്ചറിയാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല. എത്ര ക്രൂരമായിട്ടാണ് ആ മോൾ ആക്രമിക്കപ്പെട്ടത്. ഇന്നലെ ആ മകൾ മരണപ്പെട്ടു. ഇന്ന് ചികിത്സയിലായിരുന്ന ആ ബന്ധുവും മരണത്തിന് കീഴടങ്ങി. 2 മനുഷ്യജീവനുകളാണ് ആ മനുഷ്യൻ്റെ പകയിൽ ഇല്ലാതായത്. എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇങ്ങനെയുള്ള നരാധന്മാർക്ക് എന്തിനാണ് ജയിലിൽ സുഖവാസം കൊടുക്കുന്നത്? 3 നേരം സർക്കാരിൻ്റെ ഭക്ഷണവും കൊടുത്ത് ഇവരെ ജയിലിൽ സുരക്ഷിതമായി പോറ്റുകയാണോ വേണ്ടത്? ഒരിക്കലുമല്ല. ഇവർക്ക് ജയിലിനുള്ളിൽ വെച്ച് കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം. ആ ശിക്ഷ കാണുമ്പോൾ മറ്റൊരുത്തനും ഇങ്ങനെയൊരു ക്രൂരത ചെയ്യാൻ പേടിക്കണം. അല്ലാതെ ജയിലിൽ സുഖമായി കഴിയണമെന്നാണെങ്കിൽ ഇനിയും നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ അധികരിക്കാൻ ഇടവരും. അള്ളാഹു ആ മോൾക്കും ബന്ധുവിനും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകട്ടെ. ലഹരി കാരണം ഇനിയും ഒരു കുടുംബവും തകരാതിരിക്കട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ പ്രതിഷേധം കമൻ്റായി അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.